കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 35ാം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വെനിസ്വേല ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. ദേവികുളങ്ങര കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന് സമീപം നടന്ന റാലി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 35ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വെനിൻസുല ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. വെനിൻസുലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ അമേരിക്കയുടെ നടപടിയെ KSTA അപലപിച്ചു. ദേവികുളങ്ങര കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിന് സമീപം നടന്ന റാലി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KH ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു. സൈന്യവും സൈനിക ശക്തിയും ഉണ്ടെങ്കിൽ ഏത് രാജ്യത്ത് പോയി ഇത് ചെയ്യാം. നാളെ ഇന്ത്യയിലും ഇത് ചെയ്യാം. നമ്മുടെ മറ്റടുത്തുള്ള ഏതൊരു രാജ്യത്തും പോയി അമേരിക്കയ്ക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഈ നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. ലോകമെമ്പാടും പ്രതിഷേധിക്കേണ്ടതാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഈ കാര്യത്തിൽ കാര്യമായ ഒരു പ്രതിഷേധവും ഇത്രയും ജനാധിപത്യ വിരുദ്ധമായ ഇത്രയും കാടത്തപരമായ ഒരു നടപടിയോട് എതിർക്കേണ്ട യാതൊരു തരത്തിലുമുള്ള എതിർപ്പും ഇന്ത്യ ഗവൺമെന്റ് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷമാണ് ട്രംപ് വീണ്ടും പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണം, എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മോഡിക്കറിയാം, എൻ്റെ മനസ്സ് മോഡിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടയെ പോലെ, ഒരു ക്രിമിനലിനെ പോലെ എൻ്റെ മനസ്സനുസരിച്ച് മറ്റുള്ളവർ പെരുമാറണം, ലോകം പെരുമാറണം, ലോകരാഷ്ട്രങ്ങൾ പെരുമാറണം എന്ന രൂപത്തിൽ അങ്ങേയറ്റം ധിക്കാരപരമായി ട്രംപ് സംസാരിച്ചിട്ടും മോഡി അതിനോട് പ്രതികരിക്കുന്നില്ല. ഈ രൂപത്തിൽ ഒത്തിരി അനുഭവങ്ങൾ, ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ ഇതിനകം മോഡി ഗവൺമെൻറ്റിന് കീഴിൽ അമേരിക്ക ഇന്ത്യയോട് കാണിച്ചിട്ടുണ്ട്. അതിനോടൊന്നും ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പോ ഒരു തരത്തിലുള്ള എതിർപ്പോ ഇതിൻ്റെ മോഡി ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതും അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KSTA ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളോടൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധമായ മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു പ്രസ്ഥാനമെന്ന രൂപത്തിൽ KSTA അതിൻ്റെ നിലപാട് ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സാമ്രാജ്യത്വം ലോകത്തിന് വിനാശമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിലനിൽക്കണമെങ്കിൽ ആക്രമണം വേണം, രാഷ്ട്രങ്ങളെ കീഴടക്കണം, യുദ്ധങ്ങൾ വേണം, രാഷ്ട്രങ്ങളെ കീഴടക്കി അവിടുത്തെ സമ്പത്ത് വേണം. എല്ലാവർക്കും മനസ്സിലാവും വെനീസ്വലയെ എന്തിനാണ് അമേരിക്ക കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടുത്തെ എണ്ണയാണ്, അതിവിപുലമായ എണ്ണ സമ്പത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് ഓരോ കാരണം അമേരിക്ക പറയുകയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യം ചെറിയ പ്രസ്ഥാനത്തിൻ്റെ തലവനായി ജവഹർലാൽ നെഹ്റുവിനെ പോലെ, ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലെയുള്ള പ്രധാനമന്ത്രിമാർ, എത്രയോ മിടുക്കരായ ആളുകൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആ നിലപാടിൽ നിന്ന് മാറി ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കുടപിടിക്കുന്ന നിലപാടായി ഒരടിമയെപ്പോലെ ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ തലതാഴ്ത്തപ്പെടുകയാണ്. നരേന്ദ്രമോദി എന്ന ഈ ഒരു മനുഷ്യൻ്റെ കീഴിൽ അടിമയായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് മീശ ചുരുട്ടുമ്പോൾ, അയാൾക്ക് മീശയില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ചുരുട്ടും, ആ ചുരുട്ടുമ്പോൾ അതിനൊപ്പം കുനിഞ്ഞു നിന്ന് അദ്ദേഹത്തിന് താണുമടങ്ങുന്ന ആ നിലപാട് സ്വീകരിക്കുന്ന മോഡിയുടെ ഇന്നത്തെ നിലപാട് ലോക ഫാസിസത്തിന് മുന്നിൽ ഇന്ത്യയും ചേരുന്നു എന്നുള്ളത് ഇന്ത്യക്കാകെ അപമാനകരമായി വന്നിരിക്കുകയാണ്. അഡ്വക്കേറ്റ് പ്രതിഭ MLA, CPM ഏരിയ സെക്രട്ടറി B അബിൻഷാ എന്നിവർ സംസാരിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പവനനാഥൻ, KSTA ജില്ലാ പ്രസിഡന്റ് C ജ്യോതികുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V അനിത, സംസ്ഥാന കമ്മിറ്റി അംഗം S സത്യജ്യോതി, ജില്ലാ ട്രഷറർ ജോസഫ് മാത്യു, വൈസ് പ്രസിഡന്റുമാരായ ഉമാനാഥൻ, സിന്ധു M, ജൂലി S ബിനു, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോസഫ്, ഗോപി കൃഷ്ണൻ, VS അനിൽകുമാർ, മിനിമോൾ എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ബിനീഷ് കുമാർ, D കിരൺ, മുനീർ മോൻ, അനിൽ ബോസ്, ജില്ലാ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ ജയഗായത്രി, ജാഫർ ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. KSTA ജില്ലാ സമ്മേളനം 10-11 തീയതികളിലാണ് കായംകുളത്ത് നടക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.